Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kallarakals Gold Park, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 70 വർഷങ്ങൾ. Zia Gold and Diamonds, the purest bond. Opposite SBI Main Road, Trikkaripur. ദീദി ഇലക്ട്രിക്കൽ ആൻഡ് ഹാർഡ്വെയർസ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, പഴയങ്ങാടി. ഓറ ഹോം സെന്റർ, ഓറ ഓരോ വീടും. പുനർജനി യോഗ കൗൺസിലിംഗ് ആൻഡ് മെഡിറ്റേഷൻ സ്റ്റഡി സെന്റർ, പഴയങ്ങാടി. പയ്യന്നൂർ നഗരസഭ ചെയർപേഴ്സണായി KV ലളിത അധികാരമേറ്റു. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം പ്രധാന വാർത്തകൾ ആദ്യം. ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട KV ലളിത എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും. പയ്യന്നൂർ നഗരസഭ ചെയർപേഴ്സണായി KV ലളിത അധികാരമേറ്റു. കോൺഗ്രസ് കൗൺസിലർ അത്തായി പത്മിനിയെ 28 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് KV ലളിത അധികാരമേറ്റത്. വൈസ് ചെയർമാനായി PV കുഞ്ഞപ്പനും അധികാരമേറ്റു. മകളുടെ വിവാഹവും അമ്മ നഗരസഭ അധ്യക്ഷ പദ്ധതി ഏറ്റെടുക്കുന്നതും ഒരേ ദിവസം. പയ്യന്നൂർ നഗരസഭയുടെ പുതിയ അധ്യക്ഷയായി സ്ഥാനമേൽക്കുന്ന CPM ഏരിയ കമ്മിറ്റി അംഗം KV ലളിതയ്ക്കാണ് ഈ അപൂർവ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. കരിവെള്ളൂർ പെരളം പഞ്ചായത്തിൽ മണ്ണ് മാഫിയ പിടിമുറുക്കുന്നു. പുത്തൂർ പുന്നക്കോടൻ സ്മാരക കലാവേദിക്ക് സമീപത്തെ കുന്ന് ഏതാണ്ട് ഇടിച്ചു നിരപ്പാക്കി കഴിഞ്ഞു. മീൻകുഴി അണക്കെട്ടിന് പലകയിട്ടു. വണ്ണാത്തിപ്പുഴയുടെ ജലസ്രോതസ് കുറഞ്ഞതോടെയാണ് പലകയും മണ്ണുമിട്ട് വെള്ളത്തെ തടഞ്ഞു നിർത്തുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 136ാം ജന്മദിനം പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ ആഘോഷിച്ചു. തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ നെഹ്റു സ്തൂപ പരിസരത്ത് പതാക ഉയർത്തി. കർഷക പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യവുമായി പയ്യന്നൂർ മണ്ഡലം വെൽഫെയർ പാർട്ടി പയ്യന്നൂർ LIC ജംഗ്ഷനിൽ ഏകദിന ഉപവാസം സംഘടിപ്പിച്ചു. പയ്യന്നൂർ നഗരസഭ ചെയർപേഴ്സണായി KV ലളിത അധികാരമേറ്റു. കോൺഗ്രസ് കൗൺസിലർ അത്തായി പത്മിനിയെ 28 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് KV ലളിത കൗൺസിലർ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരമേറ്റത്. LDF സ്ഥാനാർത്ഥിയായി പയ്യന്നൂർ നഗരസഭയിലെ 12ാം വാർഡായ കാനായി സൗത്തിൽ നിന്നുമാണ് KV ലളിത ജനവിധി തേടിയിരുന്നത്. വൈസ് ചെയർമാനായി PV കുഞ്ഞപ്പനും അധികാരമേറ്റു. ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട KV ലളിത എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യും. തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പയ്യന്നൂർ നഗരസഭയിലേക്ക് നടന്ന കൗൺസിലർമാരുടെ വോട്ടെടുപ്പിൽ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ CPIM അംഗം KV ലളിത വിജയിച്ചു. CPIM അംഗം ആനന്ദനാണ് ലളിതയുടെ പേര് നിർദ്ദേശിച്ചത്. CPI അംഗം V ബാലൻ പിന്താങ്ങുകയും ചെയ്തു. അത്തായി പത്മിനിയുടെ പേര് കോൺഗ്രസ് അംഗം KK ഫൽഗുണൻ നിർദ്ദേശിച്ചു. മുസ്ലിം ലീഗ് അംഗം A നസീമ അത്തായി പത്മിനിയെ പിന്താങ്ങി. കോൺഗ്രസ് കൗൺസിലർ അത്തായി പത്മിനിയെ 28 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് KV ലളിത വിജയിച്ചത്. പോൾ ചെയ്ത 42 വോട്ടുകളിൽ ലളിതയ്ക്ക് 35ഉം അത്തായി പത്മിനിക്ക് 7 വോട്ടും ലഭിച്ചു. 44 കൗൺസിലർമാരിൽ മുസ്ലിം ലീഗ് വിമതനായി മത്സരിച്ച് വിജയിച്ച M ബഷീർ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നിരുന്നു. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് ആദ്യം മത്സരിക്കാൻ ആഗ്രഹിച്ച ഒരാളല്ല. പക്ഷേ ലളിതേച്ചി മത്സരിക്കുമെന്ന് കേട്ടപ്പോൾ ഒരു തവണ കൂടി മത്സരിച്ച് കളയാം എന്ന് ആഗ്രഹിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച ഒരാളാണ് ഞാൻ. അതിൻ്റെ കാരണം മറ്റൊന്നുമില്ല. ഒരു 5 വർഷക്കാലം
ലളിതേക്ഷി നയിക്കുന്ന ഭരണസമിതി ഒരംഗമായി പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ എനിക്ക് എൻ്റെ വാർഡിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി, വാർഡിലെ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ഏത് കാര്യങ്ങൾ എപ്പോൾ പറഞ്ഞാലും അതിന് തയ്യാറായ ഒരു ചെയർപേഴ്സണായിരുന്നു അതുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തവണ കൂടി നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും 31 വാർഡംഗം മുസ്ലിം ലീഗിലെ ഹസീന കാട്ടൂരിന് വോട്ടെടുപ്പ് സമയത്തിനു മുൻപ് എത്തിച്ചേരാത്തതിനാൽ വോട്ട് രേഖപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. വരണാധികാരി രജിത് കുമാറിന് മുമ്പാകെയാണ് വോട്ടെടുപ്പ് നടന്നത്. കഴിഞ്ഞ ഭരണസമിതി ചെയ്ത വികസന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളും ഒപ്പം പുതിയ ബസ് സ്റ്റാൻഡിന്റെ പ്രവൃത്തിയും കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അധികാരമേറ്റ ശേഷം കെ വി ലളിത നെറ്റ്വർക്ക് ന്യൂസിനോട് പ്രതികരിച്ചു. കഴിഞ്ഞ കൗൺസിലുകൾ തുടങ്ങി വെച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അത് ഏറ്റെടുത്ത് നടത്തുന്നതിനു വേണ്ടി പയ്യന്നൂരിൻ്റെ സമഗ്രമായിട്ടുള്ള വികസനം ഏറ്റവും നല്ല നിലയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയും ഈ കൗൺസിലിൻ്റെ എല്ലാ മെമ്പർമാരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒപ്പം നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പൂർണ്ണമായിട്ടുള്ള സഹകരണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്താനാണ് ആഗ്രഹിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ ബസ് സ്റ്റാൻഡ്, ദൈവഗ്രാമം പദ്ധതിയുടെ പൂർത്തീകരണം, കുടിവെള്ള പദ്ധതി ആവശ്യമുള്ള മുഴുവൻ ആളുകൾക്കും ലഭ്യമാക്കുന്ന കാര്യം, ഇതിലെല്ലാം മുൻഗണന നൽകിക്കൊണ്ട് ഏറ്റവും സമഗ്രമായിട്ടുള്ള വികസനം കാഴ്ചവെക്കാൻ കഴിയണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ആ രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും എന്ന് പയ്യന്നൂരിലെ എല്ലാ നല്ലവരായ നാട്ടുകാരോടും ഞാൻ അറിയിക്കുകയാണ്. ബാലസംഘത്തിന്റെ പ്രവർത്തനത്തിലൂടെ ചെറുപ്രായത്തിൽ തന്നെ രാഷ്ട്രീയത്തിലേക്ക് കടന്നുവന്ന വ്യക്തിയാണ് കെ വി ലളിത. ബാലസംഘം പയ്യന്നൂർ പെരിങ്ങോം ഏരിയ പ്രസിഡന്റായും ഡിവൈഎഫ്ഐയുടെ പയ്യന്നൂർ ഏരിയ എക്സിക്യൂട്ടീവ് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗവും പയ്യന്നൂർ ഏരിയ പ്രസിഡന്റുമാണ്. CPM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗമായും പയ്യന്നൂർ റൂറൽ ബാങ്കിന്റെ പെരുമ്പ ബാങ്ക് മാനേജറായും പ്രവർത്തിക്കുന്ന ലളിത 2010 കാനായി സൗത്തിൽ നിന്നും മത്സരിച്ച് 2015 വരെ പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സണായിട്ടുണ്ട്. മുത്തത്തിയിലെ കേസരി സ്മാരക സാംസ്കാരിക നിലയം, കാനായി തോട്ടംകടവ് മുക്കോട്ടുകടവ് റോഡ് പ്രവൃത്തിയുടെ പൂർത്തീകരണം, മുത്തത്തി പകൽവീട്, മുത്തത്തി PHC, മുക്കോട്ട് ജൈവഗ്രാമം പദ്ധതിയുടെ പ്രാരംഭ പ്രവൃത്തി തുടങ്ങി പയ്യന്നൂർ നഗരസഭയിൽ നിർത്തിവെച്ച കുടിവെള്ള പദ്ധതി പുനരാരംഭിച്ചതും പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിന്റെ 1ാംഘട്ട പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചതുൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ തുടങ്ങി കെ വി ലളിതയ്ക്ക് മുന്നിലുള്ള വലിയ കടമ്പകളിലൊന്നാണ് പുതിയ ബസ് സ്റ്റാൻഡിന്റെയും സ്റ്റേഡിയത്തിന്റെയും നിർമ്മാണ പ്രവൃത്തി. പയ്യന്നൂരിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി മാറി മാറി വന്നിട്ടുള്ള ഭരണാധികാരികൾ പഞ്ചായത്ത് ഉള്ള അവസരത്തിൽ സഖാവ് സുബ്രഹ്മണ്യ ഷെണായിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ സഖാവ് ഷെണായിയുടെ മകൾ നടത്തിയിട്ടുള്ള, ജ്യോതി നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, സഖാവ് GD നായർ നടത്തിയിട്ടുള്ള, GD നായരുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ഏറ്റവും അവസാനമായിട്ട് സഖാവ് ശശി വട്ടപ്പൂവൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ഇതിനെല്ലാം നേതൃത്വം നൽകിയിട്ടുള്ളത് ഇവരാണ്. ഇതിൻ്റെ തുടർച്ച എന്ന നിലയിലാണ് ഈ പുതിയ ഭരണസമിതി അധികാരമേറ്റെടുത്ത് വൈസ് ചെയർമാനായി അധികാരമേറ്റ PV കുഞ്ഞപ്പൻ തന്റെ 18ാമത്തെ വയസ്സ് മുതൽ രാഷ്ട്രീയത്തിലിറങ്ങിയതാണ്. കാർഷിക കുടുംബത്തിൽ ജനിച്ച PV കുഞ്ഞപ്പൻ ആ കാലഘട്ടത്തിൽ മറ്റു വ്യവസായങ്ങൾ ഒന്നുമില്ലാത്തതുകൊണ്ട് തന്നെ BD വ്യവസായ മേഖലയിലേക്ക് കടക്കുകയായിരുന്നു. ഇവിടെ വെച്ചാണ് രാഷ്ട്രീയ പ്രവർത്തകനായി മാറുന്നത്. ഇപ്പോൾ CITU കണ്ണൂർ ജില്ലാ സെക്രട്ടറി, BD തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ്, സെക്യൂരിറ്റി എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി തുടങ്ങി നിരവധി ട്രേഡ് യൂണിയൻ സംഘടനകളുടെ ഭാരവാഹിയും CPIM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗവും കൂടിയാണ്. കഴിഞ്ഞ തവണ കോറോത്ത് കൊക്കാട്ട് വാർഡിൽ നിന്നും 300-ൽ പരം വോട്ടിന് വിജയിച്ച കുഞ്ഞപ്പൻ ഇത്തവണ മാവിച്ചേരി വാർഡിൽ നിന്നും വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചാണ് വൈസ് ചെയർമാനായി സ്ഥാനമേറ്റത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. മകളുടെ വിവാഹവും അമ്മ നഗരസഭാ അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്നതും ഒരേ ദിവസം. പയ്യന്നൂർ നഗരസഭയുടെ പുതിയ അധ്യക്ഷയായി സ്ഥാനമേൽക്കുന്ന CPM ഏരിയ കമ്മിറ്റി അംഗം കെ വി ലളിതയ്ക്കാണ് ഈ അപൂർവ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. പയ്യന്നൂർ നഗരസഭയുടെ പുതിയ അധ്യക്ഷ പദവി ഏറ്റെടുത്ത കെ വി ലളിതയുടെ മകൾ ഹർഷയുടെ വിവാഹം 28-ന് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതിനാൽ ബന്ധുക്കളെ മാത്രം ഉൾപ്പെടുത്തി വധൂഗൃഹത്തിൽ വെച്ച് വിവാഹം നടത്താൻ തീരുമാനിച്ചതായിരുന്നു. എന്നാൽ അതിനുശേഷമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും അധ്യക്ഷ പദവി ഏറ്റെടുക്കാനുള്ള പാർട്ടി നിർദ്ദേശം വരുന്നത്. നഗരസഭാ അധ്യക്ഷരുടെ തെരഞ്ഞെടുപ്പിനും ചുമതലയേൽക്കലിനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച ദിവസം തന്നെയാണ് കല്യാണ മുഹൂർത്തവും.
രണ്ടും മാറ്റിവെക്കാൻ സാധിക്കാത്ത കാര്യങ്ങളായതുകൊണ്ട് തന്നെ വിവാഹ സമയം മാറ്റാൻ തീരുമാനിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് സത്യപ്രതിജ്ഞ കഴിഞ്ഞ് നഗരസഭാ അധ്യക്ഷയായി വീട്ടിലെത്തി 12:30 അമ്മയുടെ കൂടെ സാന്നിധ്യത്തിലാണ് ഹർഷയുടെ വിവാഹം നടന്നത്. വിവാഹവും സത്യപ്രതിജ്ഞയും ഒരുമിച്ചായതിന്റെ ഒരു പ്രയാസമുണ്ടെങ്കിലും രണ്ടും ഒരു ദിവസം നടന്നതിൽ തീർത്തും സന്തോഷവതിയാണ് കെ.വി. ലളിതയും മകൾ ഹർഷയും. രണ്ടും നല്ലൊരു സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. രണ്ടും ഒരേ സമയത്തായതുകൊണ്ടുള്ളൊരു പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കല്യാണം കുറച്ച് കൂടെ ഡിലേ ആക്കാം എന്ന് കരുതി സമയം. അപ്പം എന്തായാലും സത്യപ്രതിജ്ഞ കഴിഞ്ഞു. അത് സന്തോഷത്തോടു കൂടി നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ മോളെ കല്യാണം കൂടെ നടത്തി 2 മണിക്ക് വൈസ് ചെയർമാൻ തിരഞ്ഞെടുപ്പാണ്. ആ സമയത്ത് പോകേണ്ടതാണ്. അപ്പം മോള് പോകുന്നതിന് മുമ്പേ എനിക്ക് ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും. മോള് ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പേ എനിക്ക് ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും. മോള് ജീവിതത്തിന്റെ വലിയൊരു ഘട്ടത്തിലേക്ക് കടക്കാണ്. ഒപ്പം തന്നെ അമ്മക്കും വലിയൊരു നേട്ടമാണ്. എന്താണ് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല രീതിയിൽ നടന്നല്ലോ. ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടന്നത് സന്തോഷമുണ്ട്. 2010-15 വർഷ കാലയളവിൽ പയ്യന്നൂർ നഗരസഭ അധ്യക്ഷയായിരുന്ന ലളിത തീർത്തും സന്തോഷവതിയായി തന്നെയാണ് ഈ ഭരണസമിതിയിലെ അധ്യക്ഷ പദവി ഏറ്റെടുത്തതും. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കരിവെള്ളൂർ പെരളം പഞ്ചായത്തിൽ മണ്ണ് മാഫിയ പിടിമുറുക്കുന്നു. പുത്തൂർ പുന്നക്കോടൻ സ്മാരക കലാവേദിക്ക് സമീപത്തെ കുന്ന് ഏതാണ്ട് ഇടിച്ചു നിരപ്പാക്കി കഴിഞ്ഞു. 2 വർഷങ്ങൾക്ക് മുമ്പ് ഈ കുന്നിടിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ അന്നത്തെ ഭരണസമിതി ഇടപെട്ട് മണ്ണിടിക്കുന്നത് നിർത്തിവെച്ചിരുന്നു. കരിവെള്ളൂർ പെരളം പഞ്ചായത്ത് നീങ്ങുന്നത് ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ്. കുന്നിടിച്ച് മണ്ണ് കടത്തുന്നത് പലർക്കും ഇവിടെ ഒരാഘോഷമാണ്. ചോദിക്കാൻ ആരുമില്ലെങ്കിൽ എന്തും ചെയ്യാമെന്ന ധാരണയിൽ ഇവിടെ കുന്നിടിക്കൽ നിർബാധം തുടരുന്നു. എങ്ങോട്ട് തിരിഞ്ഞാലും മണ്ണ് കടത്തുന്ന ടിപ്പർ ലോറികൾ കാണാം. പുത്തൂർ പുന്നക്കോടൻ സ്മാരക കലാവേദിക്ക് സമീപത്തെ കുന്ന് ഏതാണ്ട് ഇടിച്ച് നിരപ്പാക്കി കഴിഞ്ഞു. ഇതിനകം 100 കണക്കിന് ലോഡ് മണ്ണാണ് ഇവിടെ നിന്ന് കടത്തിക്കഴിഞ്ഞിരിക്കുന്നത്. റോഡതിരിൽ ചെറിയൊരു മറ ബാക്കി വെച്ചാണ് ഈ കുന്ന് ഏതാണ്ട് ഇല്ലാതാക്കിയിരിക്കുന്നത്. ഇപ്പോൾ കുറച്ചു ദിവസമായി ഇവിടം നിശബ്ദമാണ്. അതങ്ങനെയാണ്. പതിയെ തിന്നാൽ പനയും തിന്നാം എന്ന് ഇക്കൂട്ടർക്കറിയാം. വീട് വെക്കാനാണ് എന്ന് പറഞ്ഞാണ് ഈ അതിക്രമം കാണിക്കുന്നത്. ഏത് കാരണം പറഞ്ഞാലും ഈ കുന്നിനെ ബാധിക്കുന്ന എന്തും ഇന്നല്ലെങ്കിൽ നാളെ പരിസരവാസികളുടെ ജീവിതത്തെയും ബാധിക്കുമെന്ന കാര്യം തീർച്ചയാണ്. ജലലഭ്യത പതിയെ ഇല്ലാതാകുന്നതോടെ നാളെയിലെ ജീവിതം അത്ര സുഖകരമായിരിക്കില്ല. പഠനങ്ങൾ അവിടേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മീൻകുഴി അണക്കെട്ടിന് പലകയിട്ടു. വണ്ണാത്തിപ്പുഴയുടെ ജലസ്രോതസ് കുറഞ്ഞതോടെയാണ് പലകയും മണ്ണും ഇട്ട് വെള്ളത്തെ തടഞ്ഞു നിർത്തുന്നത്. അണക്കെട്ടിന് പലകയിട്ടതിനാൽ ഒരു പരിധിവരെ ജലക്ഷാമത്തിന് പരിഹാരമാകും. പുഴയെ ആശ്രയിച്ചു കഴിയുന്ന കുടുംബങ്ങൾക്കും കർഷകർക്കും ഇത് ഏറെ പ്രയോജനകരമാവുകയും ചെയ്യും. വണ്ണാത്തിപ്പുഴയിലെ പ്രധാന അണക്കെട്ടായ മീൻകുഴി അണക്കെട്ടിന് പലകയിട്ടു. വണ്ണാത്തിപ്പുഴയുടെ തീരങ്ങളിൽ വെള്ളത്തിനെ ആശ്രയിച്ചു കഴിയുന്ന കർഷകരും നിരവധി കുടുംബങ്ങളുമുണ്ട്. ഈ പ്രദേശങ്ങളിൽ ജലനിരപ്പ് താഴ്ന്നതോടെ കടുത്ത പ്രയാസത്തിലായ സാഹചര്യത്തിലാണ് മീൻകുഴി അണക്കെട്ടിന് പലകയിട്ടത്. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് ഉൾപ്പെടെ ശുദ്ധജലം എത്തിക്കുന്നത് വണ്ണാത്തിപ്പുഴയിൽ നിന്നാണ്. കടന്നപ്പള്ളി, പാണപ്പുഴ, എരമംകുറ്റൂർ എന്നീ പഞ്ചായത്തുകളിലെയും പയ്യന്നൂർ നഗരസഭയിലെയും നെൽകൃഷി, പച്ചക്കറി കൃഷി എന്നിവയ്ക്കും തെങ്ങ്, കവുങ്ങ്, വാഴ തുടങ്ങിയ കൃഷികളും ഈ പുഴയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. അതിനാൽ മീൻകുഴി അണക്കെട്ടാണ് ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതും ഉപ്പുവെള്ളം കയറാതെ പിടിച്ചു നിർത്തുന്നതും. കഴിഞ്ഞ വർഷങ്ങളിൽ അണക്കെട്ടിന് ചോർച്ചയുണ്ടായപ്പോൾ ഉപ്പുവെള്ളം കയറുകയും പരിസര പ്രദേശത്തെ കിണറുകളിലും പരിയാരം മെഡിക്കൽ കോളേജിലേക്കുള്ള ജലവിതരണം തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. പുഴയിലെ ജലനിരപ്പ് താഴ്ന്നതോടൊപ്പം കിണറുകളിലെ ജലനിരപ്പും താഴ്ന്നിരുന്നു. ഇത് ജനങ്ങൾക്ക് ഏറെ പ്രയാസമുണ്ടാക്കി. വേനൽ അടുക്കുന്നതോടെ നാട്ടിൽ കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുമോ എന്ന ആശങ്കയിലാണ് അധികൃതർ. മീൻകുഴി അണക്കെട്ടിന് പലകയിട്ടതിനാൽ ഒരു പരിധിവരെ ജലക്ഷാമത്തിന് പരിഹാരമാകും. പുഴയെ ആശ്രയിച്ചു കഴിയുന്ന കുടുംബങ്ങൾക്കും കർഷകർക്കും ഏറെ പ്രയോജനകരമാകും ഇത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ 16 വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്ന സഹകരണ ക്യാന്റീൻ കേരള ഫുഡ് ഹൌസ് സഹകരണ സംഘത്തിന്റെ സ്ഥാപക പ്രസിഡന്റ് CP ദാമോദരന്റെ സ്മരണാർത്ഥം
അദ്ദേഹത്തിന്റെ ഫോട്ടോ ക്യാൻറ്റീനിൽ അനാച്ഛാദനം ചെയ്തു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KM കുര്യാക്കോസ് ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. കണ്ണൂർ ജില്ലയിലെ മികച്ച സഹകാരിയും കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ 16 വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്ന സഹകരണ ക്യാന്റീൻ കേരള ഫുഡ് ഹൌസ് സഹകരണ സംഘത്തിന്റെ സ്ഥാപക പ്രസിഡന്റുമായ CP ദാമോദരന്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ ഫോട്ടോ ക്യാന്റീനിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KM കുര്യാക്കോസ് അനാച്ഛാദനം ചെയ്തു. ചടങ്ങിൽ മാണിക്കര ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. CP ദാമോദരന്റെ കുടുംബാംഗങ്ങൾ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സുദീപ്, ഡോക്ടർ MK ബാലചന്ദ്രൻ, സംഘം പ്രസിഡന്റ് PP പ്രവീൺ നമ്പ്യാർ, സെക്രട്ടറി NV പ്രവീൺ, സന്തോഷ് കുമാർ, CV ജനാർദ്ദനൻ, PK പ്രസാദ്, ദിനേശ് ബാബു, മറ്റ് ഭരണസമിതി അംഗങ്ങൾ, മെഡിക്കൽ കോളേജിലെയും ക്യാന്റീനിലെയും ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 136ാം ജന്മദിനം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ ആഘോഷിച്ചു. KPCC എക്സിക്യൂട്ടീവ് മെമ്പർ M നാരായണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് DK ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി AP നാരായണൻ, P ലളിത ടീച്ചർ, KK ഫൽഗുണൻ, M പ്രദീപ് കുമാർ, അത്തായി പത്മിനി, EP ശ്യാമള തുടങ്ങിയവർ സംസാരിച്ചു. N ഗംഗാധരൻ സ്വാഗതവും PE സനാദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കരിവെള്ളൂർ പേരളം ഗ്രാമപഞ്ചായത്തിൽ നെൽകൃഷിക്ക് പ്രിയമേറുന്നു. ഇക്കഴിഞ്ഞ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നെൽകൃഷിയിൽ വലിയ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത്. നെൽകൃഷിയെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. അതിനുവേണ്ടി അക്ഷരാർത്ഥത്തിൽ പ്രയത്നിക്കുകയും അതിൽ വലിയ വിജയം കൈവരിക്കുകയും ചെയ്ത പഞ്ചായത്താണ് കരിവെള്ളൂർ പേരളം ഗ്രാമപഞ്ചായത്ത്. ഇവിടുത്തെ ഏതാണ്ട് ബഹുഭൂരിപക്ഷം പാടങ്ങളും ഇന്ന് സജീവമാണ്. അത് നമ്മൾ വെറുതെയൊന്ന് ചുറ്റിയടിച്ചു നോക്കിക്കണ്ടാൽ ശരിവെക്കുകയും ചെയ്യും. നെൽകൃഷിയുടെ പ്രാധാന്യം കണ്ടറിഞ്ഞ ഭരണസാരഥികളുടെ പ്രവർത്തന ഫലമാണ് പച്ചവിരിച്ച് കതിരണിഞ്ഞു നിൽക്കുന്ന പാടങ്ങൾ. മുൻപെങ്ങുമില്ലാത്ത രീതിയിൽ പാടങ്ങൾ അധ്വാനശീലരെ കൊണ്ട് നിറയുകയായിരുന്നു. ഫണ്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് പ്രാവർത്തികമാക്കാനുള്ള ശ്രമവും പ്രധാനമാണ്. നമ്മുടെ പ്രധാന ആഹാരമായ നെല്ലിന്റെ ഉൽപാദനം വർദ്ധിക്കുന്നത് നാട്ടുകാർക്ക് ഏറെ ഗുണം ചെയ്യുന്ന ഒന്നുതന്നെ എന്നതിൽ ആർക്കും തർക്കമുണ്ടാകാനിടയില്ലാത്ത ഒരു വസ്തുതയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കർഷക പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യവുമായി പയ്യന്നൂർ മണ്ഡലം വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ LIC ജംഗ്ഷന് ഏകദിന ഉപവാസം നടത്തി. വെൽഫെയർ പാർട്ടി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സൈനുദ്ദീൻ കരിവെള്ളൂർ ഉദ്ഘാടനം ചെയ്തു. കർഷക പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് പയ്യന്നൂർ മണ്ഡലം വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസം നടത്തി. പയ്യന്നൂർ LIC ജംഗ്ഷനിൽ നടന്ന ഉപവാസ സമരം കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സൈനുദ്ദീൻ കരിവെള്ളൂർ ഉദ്ഘാടനം ചെയ്തു. യഥാർത്ഥത്തിൽ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മോഡി ഗവൺമെന്റ് രാജ്യത്തിനെ തീറ്റിപ്പോറ്റുന്ന കർഷകരുടെ വാക്കിനെ മുഖവിലക്കെടുക്കാതെ മുന്നോട്ട് പോയതാണ്. ഇപ്പോൾ കർഷക ബില്ലുമായി ഇറങ്ങിയിരിക്കുക. സ്വതന്ത്ര ഭാരതത്തിലെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി, അദ്ദേഹമാണ് ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം നമ്മുടെ രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവന്നത്. ഇന്ത്യ പാക് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ രാജ്യത്ത് വലിയ തോതിലുള്ള ഭക്ഷ്യ ക്ഷാമം നേരിട്ട ഒരു സന്ദർഭത്തിലായിരുന്നു. ഒരു ഭാഗത്ത് രാജ്യം കാക്കുന്ന ജവാന്മാർക്ക് വേണ്ടിയും അതേപോലെ തന്നെ രാജ്യത്തെ ജനങ്ങളെ തീറ്റിപ്പെട്ടാൻ മണ്ണിൽ വിയർപ്പൊഴുക്കുന്ന കർഷകർക്ക് വേണ്ടിയും അദ്ദേഹം അങ്ങനെ ഒരു മുദ്രാവാക്യം ഉയർത്തിയത്. മണ്ഡലം പ്രസിഡന്റ് TK മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു. ഷിഹാബ് അരവഞ്ചാൽ, DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ, IUML ജില്ലാ സെക്രട്ടറി KT സഹദുള്ള, DCC മെമ്പർ പ്രദീപ് കുമാർ, ജമാൽ കടന്നപ്പള്ളി, ഫൈസൽ മാടായി, PV ഹസൻകുട്ടി, സാജിദ PTP, BKP ഇസ്മയിൽ, പ്രദീപ് കുമാർ, ഫൈസൽ മാടായി, PM ബാലകൃഷ്ണൻ, സുരേഷ് കുമാർ, KK ഫൽഗുനൻ, മുഹമ്മദ് റഫീഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ലോക്ഡൌൺ കാലയളവിൽ സൗണ്ട് എഞ്ചിനീയർ ജോലിയിൽ നിന്നും വിരമിച്ച് മത്സ്യകൃഷി ആരംഭിച്ച കണ്ടോത്ത് കോത്തായ്മുക്കിലെ കൃഷ്ണകുമാർ ആരംഭിച്ച മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് നടത്തി. മത്സ്യകൃഷിയിൽ 100 മേനി വിളവ് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് കൃഷ്ണകുമാർ.
കണ്ടോത്ത് കോത്തായ്മുക്കിലെ കൃഷ്ണകുമാർ ലോക്ഡൌൺ കാലത്ത് ആരംഭിച്ച മത്സ്യകൃഷിയുടെ വിളവെടുത്തു. പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച മത്സ്യകൃഷിയിൽ 100 മേനി വിളവാണ് ലഭിച്ചത്. മത്സ്യകൃഷിക്കായി നിർമ്മിച്ച കുളത്തിൽ 3500ഓളം ചിത്രലാട മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത്. മത്സ്യക്കുഞ്ഞുങ്ങൾ വളർന്ന് ഏകദേശം 200 ഗ്രാം വരെ തൂക്കം വന്നിട്ടുണ്ട്. ഹഡ്കോ സൊസൈറ്റിയാണ് കൃഷ്ണകുമാറിന് ചിത്രലാട മത്സ്യവിത്ത് നൽകിയത്. വി നാരായണൻ, വാർഡ് കൌൺസിലർ PV സുഭാഷ് എന്നിവർ ചേർന്ന് വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിന്റെ സാധ്യതയെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടപ്പിലാക്കാനുള്ള പരിപാടിയുടെ ഭാഗമെന്ന നിലയിൽ ജനങ്ങൾ പൊതുവിൽ നല്ലൊരു അവബോധം ഈ കാര്യത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തെ മൊത്തത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് കോവിഡാനന്തര കാലത്ത് ഉണ്ടാവാനിരിക്കുന്ന ക്ഷാമത്തെ മറികടക്കാൻ പാകത്തിൽ കാർഷിക മേഖലയിൽ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് ജനങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ നിലയിലുള്ള അവബോധം. ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹി VP സുമിത്രൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ണപുരം റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പുന്നച്ചേരി സെന്റ് മേരീസ് LP സ്കൂളിൽ നടന്ന നേത്രപരിശോധനാ ക്യാമ്പ് കണ്ണപുരം SI K ഷാജു ഉദ്ഘാടനം ചെയ്തു. കണ്ണപുരം റോട്ടറി ക്ലബ്ബും പയ്യന്നൂർ ഐ ഫൗണ്ടേഷനും സെന്റ് മേരീസ് LP സ്കൂളും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കോവിഡ് കാലത്ത് ഓൺലൈൻ ക്ലാസുകളിൽ പങ്കെടുക്കുമ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന വിഷമതകൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കണ്ണപുരം റോട്ടറി പ്രസിഡന്റ് നികേഷ് കാക്കാമണി അധ്യക്ഷത വഹിച്ചു. റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ സുരേഷൻ ഷേണായി മുഖ്യപ്രഭാഷണം നടത്തി. വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള ആൾക്കാർ, അതായത് ജോൺസൺ മാഷെ പോലുള്ള ആൾക്കാരെ നമ്മളെ സമീപിക്കുമ്പോൾ നമ്മളത് ഒന്ന് അകമഴിഞ്ഞൊക്കെ ചെയ്തു കൊടുക്കുന്നത് അതിൻ്റെ ഭാഗമാണ്. എവിടെയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങളെപ്പോലെയുള്ളവരാണ് നമ്മൾ പറയുന്നത്. റോട്ടറി സെക്രട്ടറി CK സുമേഷ്, ജോൺസൺ ലാസർ, T പ്രീത, മുകേഷ് അത്തായി, VS അനിൽകുമാർ, സജിത്ത് VP, KV രാധാകൃഷ്ണൻ, വിജയൻ, AC രാജൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. SFI രൂപീകരണത്തിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് പയ്യന്നൂരിൽ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. SFI പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഘോഷയാത്ര നടത്തിയത്. ചിൽഡ്രൻസ് പാർക്കിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര നഗരം ചുറ്റി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് TV നിതിൻ, M നവനീത്, ദീപക് KP, ഷിതിൻ KV, അമൃത CH തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നൽകിയ വാക്ക് പാലിച്ചുകൊണ്ട് തൃക്കരിപ്പൂർ പഞ്ചായത്ത് അംഗം ഷംസുദ്ദീൻ IT 100 പേർക്ക് കയ്യുറ നൽകി. വാർഡ് മെമ്പറായി കഴിഞ്ഞാൽ എല്ലാവരുടെയും മെമ്പറാണെന്നും കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിച്ച് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ ഗ്രാമങ്ങളിൽ വികസനം യാഥാർത്ഥ്യമാകുമെന്നും തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കാൻ എല്ലാ ഇടപെടലുകളും നടത്തുമെന്നും ഷംസുദ്ദീൻ പറഞ്ഞു. അടിവരയിട്ട് പറയാനുള്ളത് അതാണ്. ആരും തന്നെ ഇനി അങ്ങോട്ട് 5 വർഷക്കാലം എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും രാഷ്ട്രീയം നോക്കാതെ, കക്ഷിയൊന്നും നോക്കാതെ മെമ്പർ എന്ന നിലയിൽ നിങ്ങൾക്ക് ഏത് സമയത്തും എപ്പോഴും വേണമെങ്കിലും ബന്ധപ്പെടാവുന്നതാണ്. അതാണ് എനിക്ക് നിങ്ങളോട് ഇപ്പോൾ ചായയും ബിസ്ക്കറ്റും തന്ന് ഗ്ലൗസും തന്ന് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ, പല ആളുകൾക്കും പല പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ ഞാൻ നടന്നെടുത്തോളം, ഞാൻ എല്ലാ വീട് കയറിയെടുത്തോളം പലർക്കും ID കാർഡില്ല. പലരുടെയും ID കാർഡ് പല സ്ഥലത്തുമാണുള്ളത്. അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ID കാർഡ് പുതിയതായിട്ട് ആക്കാനുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ID കാർഡ് ഇങ്ങോട്ട് മാറ്റാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും എൻ്റെ ഓഫീസ് ഇതാണ്. ഈ ഓഫീസിലേക്ക് വന്നാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുന്നതാണ്. മെമ്പറുടെ സ്വന്തം ചെലവിലാണ് കയ്യുറ നൽകിക്കൊണ്ട് ചായ സൽക്കാരമൊരുക്കിയത്. 100 പേർക്ക് മാസ്ക് കൂടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. വാർഡിലെ എല്ലാ പ്രദേശങ്ങളിലും ഗ്രാമകേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്നും ഗൃഹസന്ദർശന വേളയിൽ ലഭിച്ച എല്ലാ പരാതികൾക്കും പരിഹാരം കാണുമെന്നും അദ്ദേഹം അറിയിച്ചു. UDF കൺവീനർ മുഹമ്മദ് അലി ആലപ്പി അധ്യക്ഷത വഹിച്ചു. N മഹറൂഫ്, എള്ളത്ത് കൃഷ്ണൻ, വനിതാ ലീഗ് ഭാരവാഹികളായ N മിസ്രിയ, AP താഹിറ,
MV സുലൈഖ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 136ാമത് സ്ഥാപക വാർഷിക ദിനാഘോഷം തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ നടന്നു. രാവിലെ നെഹ്റു സ്തൂപം പരിസരത്ത് പതാക ഉയർത്തി. അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 136ാമത് സ്ഥാപക വാർഷിക ദിനാഘോഷം തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു. രാവിലെ നെഹ്റു സ്തൂപ പരിസരത്ത് പതാക ഉയർത്തി. ജന്മദിനാഘോഷം ത്രിവർണ്ണ കേക്ക് മുറിച്ച് DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നിർണായകമായ പങ്കുവഹിച്ച ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ദേശീയ പ്രസ്ഥാനം ജനാധിപത്യത്തിലും മതേതരത്വത്തിലും ഊന്നി നിൽക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. നാനാത്വത്തിൽ ഏകത്വം എന്ന മുദ്രാവാക്യം ഉയർത്തിയും കൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ ഈ മൂവർണ്ണ കൊടി ഏറ്റവും ഉയരത്തിൽ പാറിപ്പിക്കാൻ വേണ്ടി മണ്ഡലം പ്രസിഡന്റ് KV മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. C രവി, KV വിജയൻ, KP ദിനേശൻ, K പത്മനാഭൻ, ഷാജി തൈക്കിൽ, EM ആനന്ദവല്ലി, KV രാജൻ, KU രാമദാസ്, TV പ്രസാദ്, അജിത് തൈക്കിൽ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജന്മദിനാഘോഷം സംഘടിപ്പിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവ് V കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. രജീഷ് പാലങ്ങാടൻ അധ്യക്ഷത വഹിച്ചു. മനോജ് വടക്കേൽ, കുട്ടിയച്ചൻ തുണ്ടിയിൽ, KK സുരേഷ് കുമാർ, തോമസ് നാഗനോലിൽ, MV അനിൽ ബാബു, M സജീവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. വളരെ സന്തോഷത്തോടുകൂടി ആഘോഷിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവവായുവാണ്. അതില്ലാതെ ഇന്ത്യയിൽ ഒരു ജനാധിപത്യ വിശ്വാസം നിലനിൽക്കാൻ സാധ്യമല്ല. നെറ്റ്വർക്ക് ന്യൂസ് ചെറുപുഴ. കടന്നപ്പള്ളി പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രഭാകരൻ പനയന്തട്ടയുടെ വൈകി വന്ന വസന്തം പുസ്തകത്തിന്റെ പ്രകാശനം ചന്തപുര സാംസ്കാരിക നിലയത്തിന് സമീപം നടന്നു. കഥാകൃത്ത് TP വേണുഗോപാലൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. കഥാകൃത്ത് TP വേണുഗോപാലൻ K പത്മനാഭന് കൈമാറി വൈകി വന്ന വസന്തം പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. പിന്നെ എവിടെയാണ് കഥ എത്തി നിൽക്കുന്നത്? ഇതായിരുന്നു മാഷെന്ന് ചോദിച്ചത്. വയറിന്റെ പ്രശ്നമല്ല, ഹൃദയത്തിന്റെ പ്രശ്നവുമല്ല, തലച്ചോറിന്റെ പ്രശ്നവുമല്ല. അക്കാലത്ത് മാഷെന്ന് പ്രസംഗിച്ച ആ കാലത്ത് കഥ ഈ സർവാംഗ വിക്ഷോഭങ്ങളുടെ ആകത്തുകയായിരുന്നു. അതായിരുന്നു മാഷ് ഉപയോഗിച്ചൊരു ഭാഷ. സർവാംഗ വിക്ഷോഭങ്ങളുടെ ആകത്തുകയാണ് കഥ എന്നായിരുന്നു മാഷെന്ന് പറഞ്ഞത്. ചടങ്ങിൽ KK സുരേഷ് അധ്യക്ഷത വഹിച്ചു. കൃഷ്ണൻ നടുവലത്ത് പുസ്തകം പരിചയപ്പെടുത്തി. അഡ്വക്കേറ്റ് B അബ്ദുള്ള, CA വത്സല ടീച്ചർ, K രാജഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. ഏറ്റുകുടുക്ക AUP സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനി ദിയ മനോജിന് ഇൻസ്പയർ അവാർഡ്. കുഴൽക്കിണറുകളുടെ ജലം മനുഷ്യന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നു എന്ന പഠനത്തിനാണ് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ അവാർഡ്. കുഴൽക്കിണറുകളിലെ ജലം മനുഷ്യന്റെ ആരോഗ്യത്തെ വലിയ തോതിൽ ബാധിക്കുന്നുവെന്ന കണ്ടുപിടുത്തത്തിനാണ് ഏറ്റുകുടുക്ക AUP സ്കൂൾ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മഞ്ചപ്പറമ്പിലെ ദിയ മനോജിന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ ഇൻസ്പയർ അവാർഡ് ലഭിച്ചത്. ജീവന്റെ നിലനിൽപ്പിനാധാരമായ ജലത്തിന്റെ ലഭ്യത ഇന്നൊരു പ്രശ്നമായിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് കുഴൽക്കിണറുകളിലെ ജലത്തെക്കുറിച്ച് പഠനം ആരംഭിച്ചത്. കുഴൽക്കിണറുകളിലെ ജലം ഭൗമോപരിതലത്തിലെ ജലത്തേക്കാൾ ശുദ്ധമാണെങ്കിൽ പോലും പലതരത്തിലുള്ള ലോഹ സംയുക്തങ്ങളും മിനറലുകളും അടങ്ങിയതാണെന്നാണ് പഠനത്തിൽ കണ്ടെത്തിയത്. ഈ ജലത്തിലെ രോഗാണുക്കൾ അത്യന്തം അപകടകരവുമാണ്. വിദ്യാലയ പരിസര പ്രദേശങ്ങളിലുള്ള കുഴൽക്കിണറുകളിലെ ജലം ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയെന്ന് ദിയ മനോജ് പറയുന്നു. ഇരുമ്പിന്റെ ആധിക്യം കുഴൽക്കിണറുകളിലെ ജലത്തിൽ ആവശ്യത്തിലധികമുണ്ടെന്നും കണ്ടെത്തി. കൂടാതെ pH, ടർബിഡിറ്റി എന്നിവയും കൂടുതലായി കണ്ടു. കുഴൽക്കിണറിന്റെ ഉപയോഗം കൂടുന്നത് മൂലം പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ സയൻസ് ക്ലബിന്റെ കുട്ടികൾ നമ്മൾ ഒരു സർവേ നടത്തുകയും അതിലൂടെ കുടിവെള്ളം പരിശോധിക്കുകയും ഇരുമ്പ് അതിൽ അടങ്ങിയിട്ടുണ്ടെന്നും അതിന്റെ ദോഷവശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. 2 വർഷം മുമ്പ് നടത്തിയൊരു പ്രൊജക്റ്റാണിത്.
അതിന്റെ തുടർ പ്രവർത്തനമായി നമ്മൾ ഇതിപ്പോൾ ചെയ്യുന്നു. ഈ ജലം ഉപയോഗിക്കുന്നവരിൽ ത്വക്ക് രോഗങ്ങൾ, അകാലനര, ശാരീരിക ക്ഷീണം എന്നിവയും കണ്ടെത്തി. ഇന്ന് കുഴൽക്കിണർ സർവ്വസാധാരണമായിരിക്കുകയാണെന്നും ഈ ജലത്തെക്കുറിച്ച് ഇതുപയോഗിക്കുന്നവരിൽ പലരും ബോധവാന്മാരാണെങ്കിലും ഈ ജലത്തെ ശുദ്ധീകരിക്കുന്ന ഉപകരണങ്ങൾക്ക് വിപണിയിൽ വലിയ വിലയായതിനാൽ അത് സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയുന്നതല്ലെന്നും പ്രധാന അധ്യാപകൻ ഭരതൻ മാസ്റ്റർ പറയുന്നു. വെള്ളത്തിൻ്റെ ദൂഷ്യവശങ്ങൾ കണ്ടെത്തുകയും ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തുകയും ആയതിൻ്റെ ഭാഗമായി സർവേ നടത്തി ആ സർവേയിലൂടെ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കുകയും അതിൻ്റെ തുടർ പ്രവർത്തനം എന്നുള്ള നിലക്ക് അതിന് അവാർഡ് ഈ വർഷം ലഭിക്കുകയുമുണ്ടായി. കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ നമ്മുടെ വിദ്യാലയത്തിനകത്ത് സ്കൂളിൽ അവാർഡ്, ഇൻസ്പയർ അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റുകൊടുക്ക AUP സ്കൂളിനെ സംബന്ധിച്ച് പറയുമ്പോൾ സബ് ജില്ലയിലെ ബെസ്റ്റ് PTA അവാർഡ് ഈ വർഷം നേടിയ വിദ്യാലയം. അതുപോലെ തന്നെ 11 വർഷങ്ങളോളമായി സീഡ് ക്ലബ്ബ്, മാതൃഭൂമി സീഡ് ക്ലബ്ബ് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു വിദ്യാലയം. ചെലവ് കുറഞ്ഞ രീതിയിലുള്ള സംസ്കരണ മാർഗങ്ങൾ കണ്ടുപിടിക്കുകയേ ഇതിന് പരിഹാരമുള്ളൂ. ഇതിനായുള്ള പരിശ്രമത്തിലാണ് ദിയ. ഇത് കണ്ടുപിടിക്കുന്നതോടെ ശുദ്ധജല ലഭ്യതയും ആരോഗ്യ സംരക്ഷണവും ഉറപ്പുവരുത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ കൊച്ചുമിടുക്കി. അവാർഡ് ലഭിച്ചതറിഞ്ഞ് സ്കൂൾ ഡയറക്ടർ ബോർഡ് അംഗം മനോഹര ബാബു ദിയയുടെ വീട്ടിലെത്തി സമ്മാനം നൽകുകയും ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കോവിഡ് കാലം പച്ചക്കറി തൈകളുടെ നഴ്സറി സാധ്യത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ചെറിയ ചിലവിൽ ഒരു പച്ചക്കറി തൈകളുടെ നഴ്സറി ആരംഭിക്കാനുള്ള സാധ്യതയും വിപണിയും തുറന്നുകിടക്കുന്നു. ഇനി ഇതിന് തയ്യാറായി ആൾക്കാർ മുന്നോട്ട് വന്നാൽ മാത്രം മതിയാകും. കോവിഡ് കാലം ദുരിതമാണെങ്കിലും ചില സാധ്യതകളും അത് മുൻപോട്ട് വെക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പച്ചക്കറി തൈകളുടെ നഴ്സറി തുടങ്ങുവാനുള്ള അവസരം. മറുനാട്ടിൽ നിന്നുള്ള പച്ചക്കറികൾ എന്നും ആശങ്കയോടെ വാങ്ങിക്കുന്ന മലയാളികൾ സ്വന്തം നാട്ടിൽ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറികൾ വാങ്ങാൻ താൽപര്യം പ്രകടിപ്പിച്ചു. പിന്നീട് അടുക്കളമുറ്റത്തെ പച്ചക്കറി കൃഷിയിലേക്കും തിരിഞ്ഞു. ഈ അവസരം പച്ചക്കറി തൈകളുടെ വിപണന സാധ്യത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പലപ്പോഴും വിത്തുകളോ തൈകളോ ദൂരെ നിന്നും വാങ്ങിക്കൊണ്ടുവന്നാണ് കൃഷി നടത്തുന്നത്. ഇത്തരം നഴ്സറികൾ ഒരു നാട്ടിൽ തുടങ്ങിയാൽ ആവശ്യക്കാർക്ക് തൈകൾ നേരിട്ടെത്തിക്കാമെന്ന പ്രത്യേകതയുമുണ്ട്. നാട്ടിലുള്ളവയാണെങ്കിൽ ആവശ്യക്കാർ വിശ്വാസത്തോടെ വാങ്ങുകയും ചെയ്യും. ഇനി വിശ്വാസത്തോടെ നമുക്കും നാട്ടിലൊരു പച്ചക്കറി തൈ നഴ്സറി തുടങ്ങാം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പുതുവത്സരാഘോഷരാവുകളിൽ മധുരവും മണവുമായി നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് കേക്കുകൾ. ഡിസംബർ മാസം ക്രിസ്മസിൻ്റേത് മാത്രമല്ല, കേക്കിൻ്റെയും നക്ഷത്ര വിളക്കുകളുടെയും കൂടിയാണ്. നക്ഷത്രവും കേക്കും ഇല്ലാതെ ഒരു ക്രിസ്മസ് ആഘോഷം ചിന്തിക്കാനേ പറ്റില്ല. പുതുവത്സരത്തിന് ഇനി ദിവസങ്ങൾ മാത്രം നിൽക്കുമ്പോൾ രുചിവൈവിധ്യങ്ങളുമായി കേക്ക് വിപണിയും സജീവമായിട്ടുണ്ട്. കാണാം കമല ബേക്കറി ക്രിസ്തുമസ് മധുരം. ചെറുപ്പക്കാർക്കിടയിൽ ട്രെൻഡിങ്ങിൽ എപ്പോഴും മുന്നിൽ നിൽക്കുന്നത് ഫ്രഷ് ക്രീം കേക്കുകളാണ്. ആഘോഷമേതായാലും ഫ്രഷ് ക്രീം കേക്കുകളുടെ വൈവിധ്യം പരീക്ഷിക്കാനാണ് ചെറുപ്പക്കാർ തയ്യാറാകുന്നത്. നിറങ്ങളിലെയും ഡിസൈനുകളിലെയും പുതുപരീക്ഷണങ്ങൾ കാരണം ചെറിയ കുട്ടികൾക്കും ഫ്രഷ് ക്രീം ചോക്ലേറ്റ് കേക്ക് തന്നെ പ്രിയങ്കരം. ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ്, ബ്ലൂബെറി, റെഡ് വെൽവെറ്റ്, പൈനാപ്പിൾ ഡിലൈറ്റ്, മാംഗോ ഫാന്റസി, പ്രാലിൻ ഡിലൈറ്റ് എന്നീ കേക്കുകൾക്കാണ് ആവശ്യക്കാരേറെയുള്ളത്. പ്ലം കേക്കിനും ഫ്രഷ് ക്രീം കേക്കിനും പുറമെ ക്രിസ്തുമസ് വിപണിയിൽ പുതിയ താരമായി വന്നിരിക്കുകയാണ് ഫ്രഷ് ക്രീം ചോക്ലേറ്റ് കേക്ക്. 2 വർഷമായി വിപണിയിലുള്ള കാരറ്റ്, ഡേറ്റ്സ് കേക്കുകൾക്ക് പുറമെ ബനാന, പൈനാപ്പിൾ, ബീട്രൂട്ട്, ജാക്ക് ഫ്രൂട്ട് എന്നിവയ്ക്കും ഇപ്പോൾ കമല ബേക്കറിയിൽ സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. 800 രൂപയാണ് കിലോയ്ക്ക് വില വരുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകളാണ് കേക്കുകൾക്കായി കമല ബേക്കറിയിലേക്കും സഹോദര സ്ഥാപനമായ പയ്യന്നൂർ ബേക്കേഴ്സിലേക്കും എത്തുന്നത്. കൂടാതെ ഉപഭോക്തൃ സൗഹാർദ്ദ പാക്കിംഗ് ആണ് ഇപ്പോൾ നടത്തുന്നത്. കേക്കിന്റെ അളവിനും കാലാവധിക്കും പുറമെ അതിൽ ഉൾക്കൊള്ളുന്ന വസ്തുക്കളുടെ കൃത്യമായ അളവുകളും രേഖപ്പെടുത്തുന്നുണ്ട്. അതിനാൽ തന്നെ തങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് പുറമെ ആരോഗ്യവും നോക്കി കേക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും
ഉപഭോക്താവിന് ലഭിക്കുകയാണെന്നും കമല ബേക്കറി ഉടമ പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട KV ലളിത എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സണായി KV ലളിത അധികാരമേറ്റു. കോൺഗ്രസ് കൗൺസിലർ അത്തായി പത്മിനിയെ 28 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് KV ലളിത അധികാരമേറ്റത്. വൈസ് ചെയർമാനായി PV കുഞ്ഞപ്പനും അധികാരമേറ്റു. മകളുടെ വിവാഹവും അമ്മ നഗരസഭാ അധ്യക്ഷ പദ്ധതി ഏറ്റെടുക്കുന്നതും ഒരേ ദിവസം. പയ്യന്നൂർ നഗരസഭയുടെ പുതിയ അധ്യക്ഷയായി സ്ഥാനമേൽക്കുന്ന CPM ഏരിയ കമ്മിറ്റി അംഗം KV ലളിതയ്ക്കാണ് ഈ അപൂർവ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. കരിവെള്ളൂർ പെരളം പഞ്ചായത്തിൽ മണ്ണ് മാഫിയ പിടിമുറുക്കുന്നു. പുത്തൂർ പുന്നക്കോടൻ സ്മാരക കലാവേദിക്ക് സമീപത്തെ കുന്ന് ഏതാണ്ട് ഇടിച്ചു നിരപ്പാക്കി കഴിഞ്ഞു. മീൻകുഴി അണക്കെട്ടിന് പലകയിട്ടു. വണ്ണാത്തിപ്പുഴയുടെ ജലസ്രോതസ് കുറഞ്ഞതോടെയാണ് പലകയും മണ്ണുമിട്ട് വെള്ളത്തെ തടഞ്ഞു നിർത്തുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 136ാം ജന്മദിനം പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ ആഘോഷിച്ചു. തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ നെഹ്റു സ്തൂപ പരിസരത്ത് പതാക ഉയർത്തി. കർഷക പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യവുമായി പയ്യന്നൂർ മണ്ഡലം വെൽഫെയർ പാർട്ടി പയ്യന്നൂർ LIC ജംഗ്ഷനിൽ ഏകദിന ഉപവാസം സംഘടിപ്പിച്ചു. ന്യൂസ് അവർ സമാപിച്ചു. നമസ്കാരം.